ഹായ്, എന്റെ പേര് ലക്ഷ്മി. കുറച്ചു പേർക്കെങ്കിലും അറിയാൻ പറ്റും. ഞാനൊരു ക്യാൻസർ സർവൈവർ കം ഫൈറ്റർ ആണ്. ഒരു 6 ഇയേഴ്സ് ആയിട്ട് ഞാനും ക്യാൻസർ ആയിട്ടും കൂടെ ഇങ്ങനെ എന്താ പറയാ, ശത്രുതയാണോ സ്നേഹമാണോ എന്നൊന്നും അറിയില്ല, പക്ഷെ ആളെ കൂടെ തന്നെയുണ്ട്. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഒരു ഓൺ വോയിസ് വരാൻ കാര്യം വെച്ചാൽ എനിക്ക് എന്റെ 2-3 ഇന്റർവ്യൂസ് വന്നപ്പോഴും പിന്നെ എന്റെ റീൽസും അതൊക്കെ കാണുമ്പോ എനിക്ക് കുറച്ച് ക്വരീസ് വരുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഈ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്നവരും അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഈ ചെറിയ എസ്പെഷ്യലി ഈ ചെറിയ പെൺകുട്ടികൾ, അതായത് ഒരു 21-22 ആ ഒരു പ്രായത്തിലൊക്കെയുള്ള കുട്ടികളുടെ കുറച്ചിങ്ങനെ വരാറുണ്ട്. കാരണം എല്ലാവർക്കും ഒരു ക്യാൻസർ എന്ന് പറയുമ്പോൾ ഒരു പേടിയാണല്ലോ. അപ്പൊ ചേച്ചി ഇങ്ങനെ ഓവർകം ചെയ്തു, അല്ലെങ്കിൽ ചേച്ചി ഇപ്പോ കീമോ കഴിഞ്ഞിട്ട് എങ്ങനെയായിരിക്കും, അല്ല റേഡിയേഷന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ടോ, അങ്ങനെ ചെറിയ ചെറിയ ക്വറീസ് ഒക്കെ വരലുണ്ട്. അപ്പൊ എനിക്ക് ചില മെസ്സേജൊക്കെ എനിക്ക് മിസ് ആവുന്നുണ്ട്. കാരണം എനിക്ക് ക്യാൻസർ റിലേറ്റഡ് കുറച്ച് അധികം ഗ്രൂപ്പ്സിലൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് അത് വരുമ്പോ ഈ മെസ്സഞ്ചറിലൊക്കെ എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് നോക്കാനും പറ്റില്ല എന്റെ ഒരു ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ട്. അപ്പൊ നമ്മൾ ചിലപ്പോ ഒരു കുറച്ച് ദിവസമൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയിട്ട് ഇന്ന് വരുമ്പോ എനിക്ക് അങ്ങനെ കുറച്ച് മെസ്സേജ് ഒക്കെ മിസ്സായി. അപ്പൊ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ എന്താ പറയാ, ആദ്യം നമ്മൾ വിചാരിച്ചു FB യിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാം ആ ഒരു ലൈഫ് ജേണി ജേണി ഓഫ് സർവൈവൽ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്തൊക്കെ ചെയ്യണു, എന്റെ ട്രീറ്റ്മെന്റ് പ്ലാൻസ് എന്തൊക്കെയാണ്, ഡയറ്റ് ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം കേട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ. കാരണം 2009 എനിക്ക് ആദ്യമായിട്ട് ക്യാൻസർ വരുമ്പോൾ ഞാൻ ബാംഗ്ലൂരായിരുന്നു. അപ്പൊ നമുക്ക് ഒന്നും അറിയില്ല എന്താ ചെയ്യുന്നേ. അപ്പൊ സർജറി ഒക്കെ കഴിഞ്ഞ് വരുമ്പോ ഇങ്ങനെ ട്യൂബൊക്കെ ഇട്ടിട്ട് അതിന്റെ അറ്റത്ത് ഇങ്ങനെ കണ്ടെയ്നറൊക്കെ വെച്ചിട്ടൊക്കെയാണ് നമ്മളൊരു 1 മന്ത് ഒക്കെ പോകുന്നത്. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യണം, തിരിഞ്ഞു കിടക്കാവോ ഇങ്ങോട്ട് കിടക്കാവോ, പിന്നെ എന്തൊക്കെ കഴിക്കാം, എങ്ങനെയൊക്കെ ആയിരിക്കും, അടുത്തത് എന്തായിരിക്കും എന്നൊക്കെയുള്ള ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ഡോക്ടേഴ്സ് നമുക്ക് പറഞ്ഞു തരുമെങ്കിലും നമുക്ക് കൂടെ ഇരുന്നിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കുറച്ചുകൂടെ ഒരു ഇതാണല്ലേ. അപ്പൊ എനിക്കത് ഭയങ്കര ഒരു സമാധാനമായിരുന്നു കേട്ടോ. കാരണം എന്റെ കൂടെ കീമോയ്ക്ക് വരുമ്പോഴൊക്കെ അവിടെ ഉള്ളവരൊക്കെ പറയും ഇങ്ങനെയാണ്, അതങ്ങനെയാണ്, ആ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ നീ കുറച്ച് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് കഴിക്കുമ്പോൾ വൊമിറ്റിംഗ് വരും, അപ്പൊ നീ ഇങ്ങനെ ആ ജ്യൂസ് എടുക്കൂ ഇതെടുക്കൂ അങ്ങനെയൊക്കെ പറഞ്ഞു തരുമ്പോ നമുക്കൊരു സമാധാനമാണ്. അപ്പൊ അങ്ങനെ എന്നെ കൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ എന്താ പറയാ. അതുകൊണ്ടാണ് ഞാൻ എത്ര വയ്യാതെ ഇരിക്കുകയെന്ന് വെച്ചാലും എന്നെ ഇങ്ങനെ എന്തെങ്കിലും ടോക്കിനൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്റർവ്യൂസിനൊക്കെ പോകുന്നതിന്റെ ഒരു മെയിൻ കാരണം അതാണ്. അപ്പൊ എനിക്കതിങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഈ ടൈപ്പിങ്ങും ഇതൊന്നും പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ചു പിന്നെ ചെറിയ ചെറിയ വീഡിയോസ് ആക്കിയിട്ട് എന്റെ ലൈഫ് ജേർണിയും പിന്നെ എന്റെ ട്രീറ്റ്മെന്റും ഡയറ്റും പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ശ്രീശങ്കര ക്യാൻസർ ഹോസ്പിറ്റൽ ബസിനെക്കൂടി ബാംഗ്ലൂര് തെറാപ്പി യോഗയും കൗൺസിലിംഗ് ഒക്കെ ചെയ്തോണ്ടിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ കാണണമെങ്കിൽ കണ്ടിട്ട് അവർക്കൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടുമെങ്കിൽ അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പൊ ഞാനങ്ങനെ ഒരു ചെറിയൊരു എന്താ പറയാ പൊടി തട്ടി എടുക്കുകയാണ്. എന്റെ യൂട്യൂബ് ചാനൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് ജസ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാണ്. എനിക്ക് ഒരു കമ്മിറ്റ്മെന്റും പറയാൻ പറ്റില്ല. കാരണം എത്രത്തോളം വീഡിയോസ് ഇടാൻ പറ്റും, എങ്ങനെയാണ് എന്റെ ഹെൽത്ത് കണ്ടീഷനുള്ള ആൾക്കാർക്കാണ്. അപ്പൊ എവിടം വരെ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഇപ്പോ ആർക്ക് വേണമെങ്കിലും എന്ത് സംശയം ചോദിക്കാം എനിക്ക് പറ്റുന്ന രീതിയിൽ. ചിലപ്പോ ഒരു ദിവസം എടുത്തിട്ടായിരിക്കും, ചിലപ്പോ ഒരാഴ്ച എടുത്തിട്ടായിരിക്കും, പക്ഷെ പറ്റുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ തരാം. അപ്പോ എല്ലാവരുടെയും ഒരു എന്താ പറയുക ഒരു സപ്പോർട്ട് ഉണ്ടാവണം. എനിക്ക് എന്താ പറയാ അത് അതെന്റെ ഒരു ആഗ്രഹമായിരുന്നു സത്യം പറഞ്ഞാൽ. വെച്ചാല് ഞാൻ ബാംഗ്ലൂർ നിർത്തി പോകുന്ന കാര്യങ്ങള് എനിക്ക് തിരിച്ച് അത് ഇങ്ങനെയെങ്കിലും മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, നമ്മൾ അവര് വിളിക്കുമ്പോ കേട്ടിരിക്കാൻ ഒരാളുണ്ടെങ്കിൽ തന്നെ അത് ഒരുപാട് ആശ്വാസമാണ്. അവര് സങ്കടങ്ങൾ പറയാനും അത് കേട്ട് കഴിയുമ്പോ ഒന്നുമില്ലടാ കയറി പോരും ചേച്ചി ഈ സിറ്റുവേഷൻ ഒക്കെ കഴിഞ്ഞാണ് വന്നതെന്നൊക്കെ പറയുമ്പോ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടാവില്ലേ, അതൊരു ആശ്വാസം ഉണ്ടാവില്ലേ. അപ്പോ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു പ്രയത്നമാണ്. അതൊരു ഒഫീഷ്യലായിട്ട് എല്ലാവരോടും ഒന്ന് പറയാണ്. അഭിപ്രായങ്ങള് എന്തായാലും പറയണം. വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ എന്റെ എഴുത്തിമാരൊക്കെ കളിയാക്കലുണ്ട്. കിമോ വാർഡിലൊക്കെ നിന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് എനിക്ക്. പക്ഷെ അത് താഴെ വരുന്ന കമന്റ്സ് ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മൾ അറിയണവരും അറിയാത്തവരും ഒക്കെ അതിനകത്ത് ഇങ്ങനെ പറയും എന്താ പറയുക, താൻ കയറി പോരടോ നമ്മളുണ്ട്, അങ്ങനെ കുറെ. അതൊക്കെ നമുക്ക് എന്താ പറയുക സത്യം പറഞ്ഞ ഒരു സന്തോഷമുള്ള. കാരണം ഒരുപാട് ദൂരത്തിരിക്കുന്ന ആൾക്കാരും എനിക്ക് പേഴ്സണൽ മെസ്സേജസ് വരാറുണ്ട്. ചിലപ്പോ ഞാൻ എന്തെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ വീഡിയോസ് ഇടുമ്പോൾ എന്നെ വഴക്ക് പറയാറുണ്ട്. എനിക്ക് വേറെ പണിയൊന്നും ഇടോ മനുഷ്യനെ സങ്കടപ്പെടുന്ന വെച്ചാൽ ഒരു പരിചയം ഉണ്ടാവില്ല, ചിലപ്പോ ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരാണ്. പക്ഷെ അതൊരു സന്തോഷമുള്ള കാര്യം. അതായത് ചിലപ്പോ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, പക്ഷെ നമ്മളിങ്ങനെ
എന്താ പറയാ ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോ അതൊക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യം. അപ്പൊ അതേപോലെ തന്നെ ആ ഒരു സഹകരണം എപ്പോഴും വേണം. എന്നിട്ട് തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം. എന്നിട്ട് അങ്ങനെയല്ല ലക്ഷ്മി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ തന്നെ അതിനെ കുറിച്ച് ചെയ്യൂ, അങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങള്. അപ്പൊ എന്താ പറയാ, ഇതിങ്ങനെ നിങ്ങളോട് പറയണമെന്ന് തോന്നി. താങ്ക്സ് ഫോർ വാച്ചിങ്. സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.